ലില്ലി, നീ എന്റെ സുപ്പീരിയർ എഞ്ചിനീയറാ. ഞാനൊരു സാധാ ഓവർസിയറും. എന്റെ പരിമിതികൾ മനസ്സിലാക്കി നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? പ്രണയത്തിന് പരിമിതികളൊന്നുമില്ല സുബ്രു. താൻ ഓവർസിയറും ഞാൻ എഞ്ചിനീയറും എന്നതിനപ്പുറം ഞാനൊരു പച്ചപ്പെണ്ണും സുബ്രു നല്ല ഒന്നാന്തര ഒരാണുവാ. നമുക്കിടയില് ഔദ്യോഗിക വലിപ്പങ്ങളൊന്നുമില്ല. ഓഫീസില് ഞാൻ ഒരുപാട് ദേഷ്യപ്പെടാറില്ലേ സുബ്രുവിനോട്? തിരിച്ചൊരിക്കലെങ്കിലും എന്നോടൊന്ന് ദേഷ്യപ്പെട്ടൂടെ സുബ്രുവിന്? ദേഷ്യപ്പെടാനോ? ഈ ജന്മം അത് സാധിക്കില്ല എനിക്ക്. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയില്ലോ. ഇങ്ങനെയൊന്നും തൊടാൻ പാടില്ലെന്നാ. ഒക്കെ പൂജാവിധികളോടെ ആയിരിക്കണം. പിന്നെ എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഒരു തകിട് കെട്ടാനുള്ള വിശ്വാസം കാണിക്കാവോ? മനസ്സിലായില്ല. ആ മുസ്തഫയും ആൾക്കാരും ഒക്കെ ശത്രുപക്ഷത്താ. അവര് ദേഹോപദ്രവം വരെ ഏൽപ്പിക്കുന്ന എന്റെ മനക്കണ്ണിൽ കണ്ടത്. അതിന് പരിഹാരം ചെയ്യണം. എന്ത് പരിഹാരം? ഓ, ഇതൊക്കെ വെറുതെ അന്ധവിശ്വാസമല്ലേ? അല്ല, എന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും ലില്ലി ഒരു ഏലസ് ധരിക്കണം. എവിടെ? കയ്യിലായാലും മതി. പക്ഷേ ശരീരമധ്യത്തിലാണ് ശുഭം. മദ്യം എന്ന് പറയുമ്പോ അരക്കെട്ടില്. സാരമില്ല, അത് വേണമെന്നില്ലേ. തൽക്കാലം കയ്യിൽ തന്നെ ആവാം. സാരമുണ്ട്. അരയിൽ കെട്ടേണ്ടത് അരയിൽ തന്നെ കെട്ടണം. അത് സുബ്രു കെട്ടി തരുവേം വേണം. ജപിച്ച എലസ് കാറിലിരിക്കുന്നുണ്ട്, എടുക്കട്ടെ? അയ്യടാ, ഇതുപോലത്തെ തുറന്ന പ്ലേസിൽ വെച്ചിട്ടാണോ അരഞ്ഞാണം കെട്ടുന്നത്? അരഞ്ഞാണോ അല്ല. സുബ്രു കഴുത്തിൽ കെട്ടിയത് താലിയാണെങ്കിൽ അരയിൽ കെട്ടുന്നത് അരഞ്ഞാണം തന്നെയാണ്. പക്ഷേ കെട്ടിത്തരണം. ഇവിടെ വെച്ചല്ല. ഞാനും സുബ്രുവും നമ്മുടെ മോഹങ്ങളും ചിറകുമുളച്ചു പറക്കുന്ന 4 ചുവരുകൾക്കുള്ളിൽ വെച്ച്. മുറിയെടുക്കാനാണോ ലില്ലിക്കുട്ടി പറയണേ? പിന്നല്ലാതെ. നമുക്ക് മുറിയെടുത്ത് രാപ്പാർക്കാം. അവിടെ വെച്ച് അരയിൽ കെട്ടുന്ന ഏലസിൽ സുബ്രു എനിക്ക് പ്രേമം പകർന്നു തന്നാ മതി. ഇത് കണ്ടോടി മോളിക്കുട്ടി, നീ പവൻ 10, 10.5 മാറ്റ്. ഓ, അത്രയ്ക്കൊന്നും പൊലിപ്പൊന്നും കാണത്തില്ല. 6 അല്ലെങ്കിൽ 7 കാണും. ഇടിയേ, മതിപ്പ് തോന്നില്ലെന്ന് വെച്ച് തൂക്കം നോക്കടി നീ. 10-ലൊട്ടും കുറയല. താലിമാല വാങ്ങാനുള്ള അവകാശം അമ്മാച്ചനാണ്. അല്ലെങ്കിൽ പെങ്ങക്ക് ഒറ്റയ്ക്ക് വാങ്ങുന്നത് ശരിയല്ല വക്കച്ച. ഞാൻ അങ്ങനെ ആളിയാ. വക്കച്ചനെ കുറ്റപ്പെടുത്തരുത്. എന്റെ കെട്ടിയോളുടെ കെട്ടുതാലി എന്റെ കാശ് കൊണ്ട് തന്നെ വാങ്ങിയതായിരിക്കണം. അവളുടെ കഴുത്തിലത് കിടന്ന് മിന്നുമ്പോ അളിയനും അമ്മാച്ചനും ഒന്നും തോന്നരുത്, ഓ ഇത് ഞങ്ങളുടെ കാശ് കൊണ്ട് വാങ്ങിയതല്ലയോ. മറിച്ച് അത് കാണുമ്പോ എനിക്ക് തോന്നണം എന്റെ പെണ്ണിന്റെ കഴുത്തിലെ മിന്നും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന്. എന്തായാലും മനസ്സമ്മതം കഴിയുന്നതിന് മുമ്പ് താലിമാല വാങ്ങിവെച്ച ആദ്യത്തെ ആളായിരിക്കും നീ. ഞാൻ അങ്ങനെ, എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഒരു റേഞ്ച് അടക്കം കള്ള് ഷാപ്പ് അടുത്ത വർഷം പിടിക്കുന്നതിന് ഈ വർഷം മുതലേ കരിക്കൾ എറിഞ്ഞു തുടങ്ങും. അത് വേണമല്ലോ. ഓടുന്ന പെട്ടിക്ക് ഒരു മഴ മുമ്പേ അല്ലേ എറിയേണ്ടത്. അങ്ങനെ അല്ലളിയാ,
പട്ടി ഓടുമെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഓടും മുമ്പേ ചങ്ങലക്കിട്ട് എറിഞ്ഞു വീഴ്ത്താതെ കൂടെ നിർത്തുന്നതല്ലേ ബുദ്ധി. അല്ല എന്നുവെച്ച് ഇവിടെ പട്ടിയുടെയും പൂച്ചയുടെയും ഒന്നും ഉപമ വേണ്ട. ദേ, ഈ പൊന്നുണ്ടല്ലേ, ഇതിലും മാറ്റുകൂടും എന്റെ ലില്ലിക്കുട്ടിക്ക്. ചെമ്പ് ചേർക്കാത്ത തനി തങ്കം. അതുറപ്പാ. കർത്താവേ, മാതൃരാജ്യത്തിനു വേണ്ടി പുൽവാമയുടെ മണ്ണിൽ ജീവൻ വെടിഞ്ഞ ധീര ജവാന്മാർക്ക് മേൽ കരുണ ചൊരിയണമേ. നമുക്ക് വേണ്ടി മരിച്ച വിശ്വാസികള് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിലെത്തിച്ചേരുവാനിടയാകട്ടെ. എൻ്റെ പിതാവേ, ഈശോമിശിയ കർത്താവേ, വിലതീരാത്ത നീൻ തിരുരക്തത്തെക്കുറിച്ച് മരിച്ചവരുടെ പേരിൽ കൃപയുണ്ടാകണമേ. ആമേൻ. കർത്താവേ, വക്കച്ചൻ. ഫാദറെ, ഒന്ന് നിന്നേ. ദേ, ഇത് ഞാനാ. ആരാ? ഫാദറെ, ഇത് ഞാനാ. എന്നെ മനസ്സിലായില്ലേ? എന്റെ ഷാപ്പിൽ വന്നിട്ടുണ്ട് പിരിവിന്. വക്കച്ചൻ ഇട്ടിക്കോരാ. ഓഹോ, ഇപ്പൊ മനസ്സിലായി. അല്ല ഫാദർ ഇപ്പൊ എന്നാത്തിനാ ഓടിയത്? ഓടിയോ? ആര്? അല്ല, വക്കച്ചനെന്താ ഇപ്പൊ പള്ളിയിലേക്ക്, അതും ഈ സമയത്ത്? ഫാദറെ, ഞാനൊരു കെട്ട് കല്യാണം കഴിക്കാൻ പോവാ. ആ, അത് നല്ല കാര്യോ വക്കച്ച. കൊച്ചു കളത്രയിലെ ലില്ലിക്കുട്ടിയാ പെണ്ണ്. ആള് എഞ്ചിനീയറാ. അതൊരു സാഹസമല്ലയോ വക്കച്ച? ആ കൊച്ചിനും ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലയോ? ഫാദറെ, അച്ഛനായി പോയി. ആ, വക്കച്ചൻ പറ. അതെ, ചുരുക്കി പറയാം, എനിക്ക് കെട്ടണം. അതിന് മനസ്സമ്മതം നടത്തണം. അച്ഛനതിൽ വിരോധമൊന്നുമില്ലല്ലോ? ഓ, എനിക്കെന്നാ വിരോധം? ആ, അപ്പൊ അത് കഴിഞ്ഞു. അനുവാദം വാങ്ങണമെന്ന് അമ്മാച്ചൻ പറഞ്ഞായിരുന്നേ. അച്ഛന് വിരോധമില്ലാത്ത സ്ഥിതിക്ക് എന്നാ ഞാൻ പോട്ടെ. ആ, വക്കച്ചൻ നിന്നേ. ഇത് എവിടെ പോകുവോ? അല്ല, അനുവാദം കിട്ടിയില്ലേ? ഇനി ഷാപ്പിൽ പോയി കണക്കെടുക്കണം. ഇങ്ങനെ അനുവാദം വാങ്ങിയാ പോരാ. പിന്നെ നിയമം അനുസരിച്ച് സഭയുടെ തത്വങ്ങൾ അറിയാവുന്ന തെളിയിച്ചിട്ട് വേണം മനസമ്മതത്തിന് അനുവാദം വാങ്ങാൻ. തത്വോ? അതെന്നാച്ചോ? വക്കച്ച, നമ്മുടെ 10 കൽപ്പനകൾ എന്നാവൊക്കെയാന്നറിയാവോ വക്കച്ചന്? അതിപ്പോ പറ വക്കച്ച. അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കരുതെന്നല്ലേ? അയ്യോ, അത് മാത്രമല്ലല്ലോ വക്കച്ച. എനിക്കതേ അറിയൂ. കർത്താവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നറിയാവോ വക്കച്ചന്? കർത്താവിന് ശിഷ്യന്മാരോ? പുള്ളി എന്താ സാറായിരുന്നു? അധിക പ്രസംഗം പറയല്ലേ വക്കച്ച. ശിഷ്യന്മാരുടെ എണ്ണം കൃത്യമായി പറയാൻ പറ്റുമോ വക്കച്ചന്? 25? 25? അല്ല. 50? അല്ല. 100? സമ്മതിച്ചോ? അല്ല വക്കച്ച. എന്നാ ഏതായാലും കർത്താവക്കല്ലയോ, ഒരു 150 വെച്ചോ, മതിയോ? തെറ്റാണ് വക്കച്ച. വക്കച്ച, ആദ്യം പോയി 10 കൽപ്പനകളും ശിഷ്യന്മാരുടെ എണ്ണവും കൃത്യമായി പഠിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് മനസമ്മതത്തിന്റെ തീയതി നിശ്ചയിക്കാം. അല്ലച്ചോ, കെട്ടുകല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചാലും പോരെയോ? പോരാ, ആദ്യം ഇത് പഠിക്കേ. ശരി, പഠിക്കാം. പഠിച്ചിട്ട് വരാം ഞാൻ. എന്റെ കർത്താവേ, അവിടത്തേക്ക് 12 ശിഷ്യന്മാരുണ്ടെന്ന് പോലും അറിയാത്ത ഈ പാപിയോട് പൊറുക്കേണമേ.
ആ വേണുവേ നീ ഇതെങ്ങോട്ടാ? വക്കച്ചനെന്താ പള്ളിയിലൊക്കെ, അതും ഈ നേരത്ത്? അച്ഛനെ ഒന്ന് കാണണമായിരുന്നു. നീ എന്നാ ഇവിടെ? ഞാനും അച്ഛനെ കാണാൻ വന്നതാ, മനസ്സമ്മതത്തിനുള്ള അനുവാദം വാങ്ങിക്കേ. ആരുടെ മനസ്സമ്മതം? എന്റെ, അല്ലാതെ ആരുടെ? ഓ അത് ശരി. അപ്പൊ മനസ്സമ്മതത്തിനുള്ള അനുവാദം വാങ്ങിക്കാൻ വന്നാണല്ലേ? അതെ. അപ്പളേ നിനക്ക് കർത്താവിൽ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു അറിയാവോ? 12. ഞാനവിടെ 150 വരെ പറഞ്ഞു നോക്കി, എന്നിട്ട് അങ്ങനെ സമ്മതിക്കുന്നില്ല. അപ്പഴാ നിന്റെ 12. ചെല്ലു ഇപ്പൊ തന്നെ തീയതി കുറിച്ച് തരും. മണ്ടൻ, മര്യാദയ്ക്ക് പഠിച്ചിട്ട് വന്നാ പോരെ. ഇതൊക്കെ ഉള്ളതാണോ? എന്ത്? ഇതിനൊക്കെ ശക്തിയുള്ളതാണോന്ന്? സംശയിക്കരുത് ലില്ലി. യന്ത്രങ്ങൾ മന്ത്രാക്ഷരങ്ങളാൽ ബന്ധിക്കപ്പെട്ടവയാണ്. അവയെല്ലാം ഓരോ തരത്തിലുള്ള ദൈവീക രക്ഷകളാ. തകിട് കിട്ടുമ്പോ പ്രാർത്ഥിച്ചോളൂ. ഏത് ദൈവത്തിനെ? കർത്താവിനെയോ മാതാവിനെയോ? നാമങ്ങളിലല്ല കാര്യം, വിശ്വാസത്തില. ഞാൻ മുരുകനെ പ്രാർത്ഥിക്കട്ടെ, ഈ സുബ്രഹ്മണ്യന്. എന്താ ചിരിച്ച്? എന്റെ ദൈവം ഇതല്ലേ? അങ്ങനെയൊന്നും പറയണ്ട. ജാതകവശാലുള്ള സകല ദോഷങ്ങൾക്കും പരിഹാരം സുബ്രഹ്മണ്യ സ്വാമിയാ. കെട്ടുന്നില്ലേ? കെട്ടാം. ഏയ് അരുത്, അഴിക്കരുത്. പിന്നെ നിഷിത, അത് പാപം. അയ്യോ, ഇത് ഓ എന്ത് പാപം! വേളിക്ക് മുമ്പ് പുരുഷന്റെ മുമ്പിൽ വിവസ്ത്രയാവണത് പാപമാണ്. എന്റെ കർത്താവേ, വേളിയൊക്കെ കഴിഞ്ഞില്ലയോ? ഈ കഴുത്ത് കിടക്കുന്ന പിന്നെ എന്നതാ? അത് നമ്മുടെ സമാധാനത്തിന് വേണ്ടി കിട്ടിയതല്ലേ. യഥാവിധി പൂജാതി കർമ്മങ്ങളോട് കൂടി നടത്തേണ്ടതാണ് വേളി. അതുവരെ മനസ്സുകൊണ്ട് പോലും ശാരീരിക ആകർഷണം ഉണ്ടായിക്കൂടാ. ഭയങ്കര മനുഷ്യൻ തന്നെ. ഒരു രൂപക്കൂടുണ്ടായിരുന്നെങ്കിൽ അതേ കയറ്റിയിരുത്തി ഒരു കപ്പേള പണിത് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചേന്. അയ്യോ, ഇങ്ങനൊരു മനുഷ്യൻ. കെട്ടട്ടെ. അതിനിപ്പം ഞാൻ എന്നാ വേണം? ഇങ്ങനെ തന്നെ അങ്ങ് നിന്ന് നിന്നാ മതിയോ? മതി. ഞാൻ ഈ ചേലയ്ക്ക് മോളിലോട് ബന്ധിക്കാം. പിന്നെ ആരും കാണാതെ ലില്ലിക്കുട്ടി മറച്ചിട്ടാ മതി. ഓ,
കൈ വിറയ്ക്കുന്നുണ്ടോ? ഉണ്ട്. ഇതൊന്നും ശീലല്ലോ. ശീലാക്കണോ? ശീലാക്കണ്ടേ? വേണം. വേളി കഴിഞ്ഞ് തീയതി നാളുമൊക്കെ നോക്കി ശാന്തി മുഹൂർത്തത്തിന്. എന്താ ഈ ശാന്തി മുഹൂർത്തം? പറ. അറിയില്ലേ? അറിയാഞ്ഞിട്ടല്ല, എന്നാലും ചുമ്മാ ഒന്ന് പറ. ശാന്തി മുഹൂർത്തം പുണ്യാണ്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള കൂടിച്ചേരല്. നീ പ്രകൃതിയും ഞാൻ പുരുഷനും ആവണത് അപ്പോഴാ. അതുവരെ തൊട്ട് അശുദ്ധാക്കാൻ പാടില്ല. ഇത്ര അശുദ്ധിയൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങ് തിരിച്ചു തന്നേക്ക്. ഉമ്മതാ താന്നേ. നീ എന്റെ സ്നേഹരാഗമല്ലേ, ജീവന്റെ ജീവതാളമല്ലേ. അയ്യോ, അല്ല, ഇത് മറക്കാൻ പറഞ്ഞിട്ട് ഒന്നും മറക്കാൻ തോന്നുന്നില്ല എന്റെ സുബ്രു. മാറിലാണോ നെഞ്ചിനുള്ളിലാണോ എന്നറിയില്ല, ഒരു കൊള്ളിയ മിന്നല്. ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും സംശയം എനിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മനസമ്മതത്തിനുള്ള തുണിത്തരങ്ങൾ എടുക്കാൻ പോയിരിക്കുക തോമാച്ചായൻ. അമ്മച്ചി, ഈ സാരി ഒന്ന് നോക്കിയേ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? ലില്ലിക്കുട്ടിക്ക് ചേരത്തില്ലയോ? തരക്കേടില്ല അല്ലേ ലില്ലിസമ്മേ? ആ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി മുന്തി ഒരെണ്ണം വേണ്ടതായിരുന്നു. കൊച്ചുകളത്തറയിലെ പെണ്ണ് അൽത്താറയ്ക്ക് മുന്നേ നിൽക്കുമ്പോ ഒരു ശൈലം ജബ്രാന്തൊക്കെ വേണ്ടേ? പിന്നെ വേണ്ടായോ? കാണുന്നവന്റെ കണ്ണു തള്ളി പോണം. എന്തിന്? എന്റെ കൊച്ചിനെ അങ്ങനെ ആരും കണ്ടുവെക്കണ്ട. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇതല്ല വക്കച്ചൻ ഉദ്ദേശിച്ചതും ഇതല്ല. ഏതല്ല? അല്ല, അവനെ വലിയ പരിഷ്കാരിയായിട്ട് അവളെ കൊണ്ടു നടക്കണം. ലാച്ച വേണമെന്നാ അവന്റെ മനസ്സില്. ലാച്ചയോ? എന്ത് പടിയത്? ലാച്ചയൊക്കെ 4-5 വർഷം മുന്നേ വന്നതാ എന്റെ അമ്മച്ചി. ഇപ്പൊ പാർട്ടി വെയറിന്റെ കാലം അല്ലയോ? വെസ്റ്റേൺ ഗൗൺസ് പല നിറത്തിലും പല ഫാഷനിലും കിട്ടും ഇപ്പൊ. സാരിയാ ഒരു ചന്തം. അതാ അമ്മച്ചി ഞാനും പറയണേ. ഉടുത്തൊരുങ്ങി നിൽക്കുമ്പോ ഒരു ചന്തം സാരിക്കല്ലേ? മൊത്തത്തിലൊരു ആനച്ചന്തം ഉണ്ടായിരിക്കണം. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല.
അല്ല മുളകുട്ടി നീ എന്നാടി പറഞ്ഞത്? എന്നത് ലച്ച. അതെങ്കി അത് അല്ലെങ്കിൽ ലിസമ പറയട്ടെ. എന്നതാണെങ്കിലും മനസ്സമ്മത്തിന്റെ അന്ന് എന്റെ കൊച്ചൊരു ലെബനോൻ സുന്ദരിയായിരിക്കണം. ഉടുത്തൊരുങ്ങി കണ്ണു നിറച്ച് കാണണം എനിക്ക് അവളെ. എന്നെ കൊണ്ടിനി മേലെ സുബ്രു, ഈ ഉടലോടങ്ങ് എടുത്തോളാവോ? പിന്നെന്താ, പക്ഷേ അതിപ്പോഴല്ല, വേളി കഴിഞ്ഞിട്ട്. കാത്തിരിപ്പ് ഒരു വല്ലാത്ത മടുപ്പാ, ഭയങ്കര തണുപ്പാ അതിന്. നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് തണുപ്പിനെ ചൂട് പിടിപ്പിക്കണം. എന്നിട്ട് മുന്തിരിവള്ളികളും മാതള നാരകവും പോക്കുന്ന സോളമന്റെ ഉത്തമ ഗീതം ശരീരത്തെ പഠിപ്പിക്കും. ഇപ്പൊ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായ രണ്ടു വരി പറയട്ടെ. എന്റേതല്ല, വയലാറിന്റെ. സ്നേഹിച്ചു പോയി പരസ്പരം മാംസിക ദാഹമില്ലാതെ നമ്മൾ, ഏകാന്തതയിൽ കരളിന്റെ ചുണ്ടുകൾ മോഹാനുരാഗമെടുത്തുപോയി. എന്നെ പുണ്യാളത്തിയാക്കരുത്, അതല്ലേ? അതെ. അല്ലേലും പുണ്യാളത്തിയാവാനൊന്നും എന്നെ കിട്ടിയല്ല. എനിക്കിങ്ങനെ കുട്ടിക്കുറുമ്പുകളൊക്കെ കാണിച്ച് പറന്ന് നടക്കണം. പൂവിനോടും പൂമ്പാറ്റകളോടും മത്സരിക്കണം. ഈ നെഞ്ചിലെ മിടിപ്പിൽ മുഖമമർത്തി തളർന്നു കിടക്കണം.